രഞ്ജിത്ത് മഹാത്മാ ച്വാ കോക്സിയുടെ യോഗപ്രാണവിദ്യ ഹീലിംഗ് സയൻസസിൻ്റെ ചില സബ്ജക്റ്റുകളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോഴ്സുകളെക്കുറിച്ചും അതുപോലെ തന്നെ കോഴ്സിലെ ചില കണ്ടൻറ്റുകളും പിന്നെ മഹാത്മാ ച്വാ കോക്സിയുടെ ചില ഫൈൻഡിങ്സും ഒക്കെയാണ്. ഷാർലറ്റ്, അദ്ദേഹത്തിൻ്റെ ലൈഫ് പാർട്ട്ണറായിരുന്ന ഷാർലറ്റ് തയ്യാറാക്കിയ ചിട്ടപ്പെടുത്തിയ ചില ഗോൾഡൻ ലൂട്ടസ് സൂത്രാസ് എന്ന് പറയുന്ന ചില സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ ചില ഭാഗങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലൈഫ് മൂവ്സ് ഇൻ സൈക്കിൾസ്, അതായത് ലൈഫ് ഗവേൺഡ് ബൈ എ സൈക്കിൾ എന്നാണ് ശരിയായിട്ടുള്ള. ലൈഫ് മൂവ്സ് ഇൻ സൈക്കിൾ അല്ലെങ്കിൽ ലൈഫ് ഗവേൺഡ് ബൈ സൈക്കിൾ. Sometimes we are up, sometimes we are down. Sometimes you are up, sometimes you fall. But through the understanding the law of cycle, you can shape your future. We know after storm, stillness. After storm, the stillness. After the rain comes growth. In that level, we can shape our future. When we understand the law of cycle, we stop being afraid of temporary ഡൗൺ ടേൺസ്. നമ്മൾ ചില നേരത്തുണ്ടാകുന്ന വീഴ്ചയിൽ അപ്പോൾ തന്നെ ഭയന്ന് എന്താ സംഭവിച്ചത്, അയ്യോ ഞാൻ തളർന്നു പോയല്ലോ, എൻ്റെ എല്ലാ കാര്യങ്ങളും വീഴ്ചയിലാണല്ലോ. പക്ഷേ ഈ പ്രകൃതിയിൽ തന്നെ എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ്, എല്ലാ കാര്യങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഓരോ ദിവസങ്ങൾ പോലും മാറ്റങ്ങളാണ്. നമുക്ക് ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളെ വളരെ നല്ല ദിവസമായിരിക്കും. എല്ലാ മൂമെൻറ്റുകളും നമ്മുടെ പെർഫെക്റ്റ് ആയിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഫക്റ്റീവ് ആവുക, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ മികച്ചതാവുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും മികച്ചതാവുക, അങ്ങനെ സംഭവിക്കാം. പക്ഷേ അതിൻ്റെ പിറ്റേന്ന് ചിലപ്പോൾ അതേപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പണ്ട് ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ വന്ന് ചോദിച്ചു, ഗുരുവേ, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തീരെ ഒന്നും ശരിയാവുന്നില്ല, എന്താണ് ഇതിനൊരു പ്രതിവിധി? അപ്പോൾ ഗുരു പറഞ്ഞു, ഒക്കെ ശരിയായിക്കൊള്ളുന്നു, പോയി മെഡിറ്റേഷൻ ചെയ്തോളൂ, കണ്ടിന്യൂ യുവർ വർക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യൻ വന്ന് പറഞ്ഞു, അത്ഭുതം തന്നെ ഗുരുവേ, അങ്ങ് പറഞ്ഞതിന് ശേഷം എനിക്ക് ആ ശാന്തത കൈവന്നു, ഞാൻ വളരെ നന്നായി ധ്യാനിക്കുന്നു ഇപ്പോൾ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വളരെ സന്തോഷവാനായിരിക്കില്ല, ഉയർച്ചകളുണ്ടായിരിക്കില്ല, ചിലപ്പോൾ നമുക്ക് താഴേക്ക് വരേണ്ടി വരും. നമുക്കറിയാം, ഒരു ലോങ് ജമ്പ് ചാടണമെങ്കിൽ വളരെ പുറകോട്ട് പോയി അവിടെ നിന്ന് സ്റ്റെപ്പ് എടുത്തിട്ട് വേണം നമ്മൾ കുറേ കൂടി ദൂരത്തേക്ക് ചാടി എത്താനായിട്ട്. അപ്പോൾ ചില സമയത്ത് നമുക്കൊന്ന് ഇറങ്ങേണ്ടി വരും കുതിച്ച് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ പ്രകൃതിയിൽ നോക്കിയാൽ തന്നെ നമുക്കിത് ഈ താളങ്ങളെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കൊരു വീഴ്ച വന്നാൽ ഉടനെ തന്നെ അതിൽ സങ്കടപ്പെടില്ല വേണ്ടത്. അത് ഗുരുവിനോട് വന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, അത് മാറിക്കൊള്ളുന്ന. അദ്ദേഹം പോയി ധ്യാനിച്ചപ്പോൾ വളരെ വിശിഷ്ടമായ ധ്യാനത്തിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരുവേ, ഞാൻ അതിമനോഹരമായി ധ്യാനം ചെയ്യുന്നു, വളരെ ആനന്ദകരമായിരിക്കുന്നു ധ്യാനം. അപ്പോൾ ഗുരു വീണ്ടും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു, അതും മാറി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിൽ പലപ്പോഴും ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാവും. എപ്പോഴും ആ തടസ്സങ്ങൾ നിലനിൽക്കില്ല. ഒരു കുന്ന് ഉണ്ടെങ്കിൽ, ഒരു മലയുണ്ടെങ്കിൽ അതിന് താഴ്വാരങ്ങളുണ്ട്. ഒരു താഴ്വാരുണ്ടെങ്കിൽ വേറെ ഒരു മലനിരകളുണ്ട്. ഇങ്ങനെയാണ് ഈ പ്രകൃതി തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതം എപ്പോഴും ഗവേൺഡ് ബൈ എ സൈക്കിൾ. അതായത്
മൂവ്സ് ഇൻ എ സൈക്കിൾ, കയറി ഇറങ്ങി, ബട്ട് ഇറ്റ്സ് ഇൻ അപ്വേർഡ് ട്രെൻഡ്. അത് താഴേക്കല്ല പതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ഗ്രാഫ് വരച്ച് നമ്മുടെ ജീവിതത്തെ പഠിച്ചാൽ നമുക്ക് കാണാം. ഒരു ഗ്രാഫ് വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ഇന്ന് ഓരോ ദിവസം ചില ദിവസങ്ങൾ ഇറങ്ങി നിൽക്കുന്നു, പിന്നെ ചില ദിവസങ്ങൾ കയറുന്നു, പിന്നെയും ഇറങ്ങുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, നമുക്ക് അതിന് കാരണം ശ്രദ്ധിച്ചാൽ അത് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ താഴേക്ക് വരുന്നില്ല. ആദ്യം വന്നത്ര താഴേക്ക് വരുന്നില്ല, പിന്നീട് താഴേക്ക് വരുന്നില്ല, പിന്നെയും അത് മുകളിലേക്ക് പോകുന്നു, പിന്നെയും താഴേക്ക് ഇറങ്ങുന്നു. പക്ഷേ അത് ഏറ്റവും താഴേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മുടെ എല്ലാവരുടെയും ഇച്ഛ അവബോധം, നമ്മുടെ സങ്കല്പം, നമ്മുടെ താല്പര്യം എന്താണ്? നമ്മൾ പുരോഗതിയിലേക്കും ഉയർച്ചകളിലേക്കും തന്നെയാണ് നമ്മുടെ എപ്പോഴും ഫോക്കസ്, അല്ലേ? അതുകൊണ്ട് നമ്മളെ അങ്ങനെ താഴോട്ടിറക്കല്ല, കൂടുതൽ മുകളിലേക്ക് ഉയരാനായിട്ട് ചില സമയങ്ങളിൽ നമുക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ലൈഫ് ഗവേണഡ് ബൈ എ സൈക്കിൾ, കയറിയും ഇറങ്ങിയും അത് കൊണ്ടിരിക്കുന്നു. ഒരിക്കലും അത് ഇറങ്ങി പോകില്ല. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും കയറ്റേണ്ടതുണ്ട്. വെൻ വി കീപ്പ് കാം, സമാധാനമായിട്ടിരിക്കുക, ആൻഡ് കണ്ടിന്യൂ ടു ഡു സർവ്, നമ്മൾ വീണ്ടും നമ്മുടെ ചെയ്യാനുള്ള ഡ്യൂട്ടികൾ, സർവീസുകൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അവിടെ സ്റ്റക്കായി പോകരുത്, ശാന്തമാവുക. നമുക്കൊരു പ്രതിസന്ധി വന്നാൽ ശാന്തമായിരിക്കുക, അല്ലാതെ ബഹളമൊക്കെ ഉണ്ടായി വിഷമിച്ച് സങ്കടപ്പെട്ട് ദുരിതത്തെക്കുറിച്ച് സങ്കടത്തെക്കുറിച്ച് മാത്രം ഇരിക്കാതെ ശാന്തമായിരിക്കുക. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് പെട്ടെന്നൊരു ഇറക്കം വന്നു കഴിഞ്ഞാൽ, ഒരു ഫോള് വന്നു കഴിഞ്ഞാൽ ശാന്തമായിരിക്കുക, ഒബ്സർവ്, അതിനെ വിലയിരുത്തുക. എവിടെയാണ് എന്താണ് സംഭവിച്ചത്, എവിടെയാണ് വീഴ്ച പറ്റിയത്, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ശാന്തമായിരിക്കുക. പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് വീണ്ടും ഉയർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സക്സസ് ഈസ് നോട്ട് എ ലക്ക്. സക്സസ് ഒരിക്കലും ഭാഗ്യമല്ല. ഇറ്റ് ഈസ് നാച്ചുറൽ പ്രോസസ്. ഇറ്റ് ഈസ് നാച്ചുറൽ റിസൾട്ട് ഓഫ് ഗ്രോത്ത്. അത് ഒരു നാച്ചുറൽ റിസൾട്ടാണ്, ഒരു വളർച്ചയാണത്, ഒരു ഡിവൈൻ പ്ലാനാണത്. അപ്പോൾ ലൈഫ് ഈസ് ഗവേണഡ് ബൈ എ സൈക്കിൾ. സംടൈംസ് വി ആർ അപ്പ്, സംടൈം വി ആർ ഫോൾ. സംടൈംസ് യു ആർ അപ്പ്, സംടൈം യു വിൽ ഫോൾ. നത്തിങ് ടു വറി. നിങ്ങൾ ഒബ്സർവ്, കീപ് കാം, കീപ് സൈലൻസ്, ദെൻ അലൗ ടു ഗ്രോ. ഇതിൻ്റെ സാരാംശത്തിലുള്ളൂ. ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്, ഒരു വിഷമമുണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ എന്നും നമുക്ക് പുരോഗതി തന്നെ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് ദുർഗതിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ചില സമയത്ത് നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം, ചില സമയത്ത് നമ്മൾ പുരോഗതിയിലേക്ക് തന്നെ നിൽക്കുന്നതായിട്ട്, പുരോഗതിയിലേക്ക് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊരു ജീവിതത്തിൻ്റെ താളക്രമമാണെന്ന് മനസ്സിലാക്കണം. എപ്പോഴും ഓരോ പോലെ നിലനിൽക്കില്ല. ലൈഫ് ഈസ് ഗവേണഡ് ബൈ എ സൈക്കിൾ. ഇത് ഈ മന്ത്രം മനസ്സിലുണ്ടായിരിക്കട്ടെ. പെട്ടെന്ന് ഒരു മഴ പെയ്ത്, ശക്തമായ മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് തോരുമ്പോൾ അവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നു. ഒരു കൊടുങ്കാറ്റുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ശാന്തതയാണ് പിന്നീട് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. എന്നും പ്രതിസന്ധികളില്ല, എന്നും നിറഞ്ഞ സന്തോഷങ്ങളില്ല. ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ലൈഫ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ ലിസണിങ് ആൻഡ് നമസ്തേ. താങ്ക് യു.